ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി MG പ്രതീഷിനൊപ്പം സിദ്ധാർത്ഥിന്റെ പിതാവുണ്ട്, ജയപ്രകാശ് ഉണ്ട്. ശ്രീ ജയപ്രകാശിലേക്ക് അദ്ദേഹം തത്സമയം തന്നെ 24-നൊപ്പം ചേരുകയാണ്. ശ്രീ ജയപ്രകാശ്, ഇതിപ്പോൾ ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ്. ഇതിലെ മുഖ്യപ്രതി എന്ന് പറയുന്നയാൾ, അതായത് അഖിൽ എന്നാണ് അയാളുടെ പേര്, അയാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളത്. ഇനിയും ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അവർക്കൊക്കെയായി പോലീസ് വല വീശിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതും. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിൽ കൂടുതൽ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നുണ്ട് എന്നൊക്കെയുള്ളത്, അതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ അന്വേഷണത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അതെ, ഇന്ന് രാവിലെ ഉള്ള ന്യൂസ് എനിക്ക് കിട്ടിയതാണ്. ഇന്ന് പ്രധാന പ്രതി അറസ്റ്റിലായി എന്നുള്ളത്. ഈ 12 പേരിൽ ഒരാൾ. ഇന്നലത്തെ കിട്ടിയ 6 പേരിൽ അറസ്റ്റിലായിരുന്നു. 6 പേര്. ഈ 6 പേര് ലിസ്റ്റിലുള്ളതല്ല. മുമ്പ് പറഞ്ഞായിരുന്നു ഇതിൽ ലിസ്റ്റിലില്ലാത്ത ആൾക്കാരും ഉണ്ട്. ലിസ്റ്റിലില്ലാത്ത ആൾക്കാരാണ് ഇത് ഇന്നലെ പിടിച്ച 6 പേര്. പ്രധാന പ്രതികളെന്ന് പറഞ്ഞാൽ 12 പേരുണ്ട്. ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് അന്വേഷിച്ച് കൊടുത്തിട്ടുള്ള 12 പേരിലുണ്ട്. ഈ 12 പേരിൽ ഒരാളിനെ മാത്രമേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇനിയും ആളിനെ 12 പേരെയും കിട്ടണം. ഒരാളെ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നിട്ട് 10 ദിവസമായി, 10 ദിവസം കൂടുതലായി. ഈ സസ്പെൻഷൻ ഓർഡർ വന്നിട്ട് 6-7 ദിവസമായി. ഇതുവരെയ്ക്ക് ഒരാളിനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കിട്ടിയ വിവരവും നമുക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പേഴ്സണലായിട്ടുള്ളതും സുഹൃത്തുക്കളായിട്ടുള്ളതും. അവർ ഈ പാർട്ടി ഓഫീസിലാണ് അവർ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അവരെല്ലാവരും SFIക്കാരാണ്. ഞാൻ വെറുതെ ആരോപിക്കുന്നതല്ല. അവരെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, അവരെ ഭാരവാഹികളാണ്, വെറും പ്രവർത്തകരല്ല. അപ്പോൾ അവരെല്ലാവരും അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർ സംരക്ഷണം കൊടുക്കുക ഇപ്പോഴും. അതുകൊണ്ട് പോലീസ് അന്വേഷണം തൃപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള കാര്യത്തിൽ ഞാൻ അതൃപ്തിയൊന്നും പറയുന്നില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട് പോലീസ് കണ്ടെത്തുമാണ് എനിക്ക് വിശ്വാസം. കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാന പ്രതികളെയെല്ലാം പാർട്ടി അവർ സംരക്ഷണയിലാണ്, അവരെ വലയത്തിലാണ്. ഒന്നുകിൽ അവരെ വീട്ടിൽ കാണും, അല്ലെങ്കിൽ അവരെ നേതാക്കളുടെ വീട്ടിലോ അവരെ പാർട്ടി ഓഫീസിലോ കാണുമായിരിക്കും. അവർക്ക് അവരെ നോക്കിയേ പറ്റൂ, അവരെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ. കാര്യം പറഞ്ഞാൽ വെറും പ്രവർത്തകരല്ല, അനുഭാവികളല്ല ഈ കുറ്റവാളികൾ. അവർ ഭാരവാഹികളാണ്. ഏറ്റവും നല്ല ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന അവരെ യൂണിറ്റിലെ ഭാരവാഹികളാണ്. അപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അതവരുടെ കാര്യം. ഓക്കെ, അത് എനിക്ക് വിഷയമുള്ള കാര്യമല്ല, അത് അവരുടെ പാർട്ടിപരമായ കാര്യം. പക്ഷേ ഇതുവരെയ്ക്കുമുള്ള പോലീസിൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് വളരെ തൃപ്തി കുറവൊന്നുമില്ല. ഇന്ന് ഒരാളെ പിടിച്ചു വന്നു, മെയിൻ ആളിനെ പിടിച്ചു, ബാക്കിയുള്ളവരെ പിടിക്കുന്നു, അവർ അന്വേഷണം നടത്തുന്നു. ഇതുവരെയ്ക്ക് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോഴും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനോട് എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയ്ക്ക് ഇനി വേറെ ആരോപണം എനിക്ക് അന്വേഷണത്തിൽ ഇതുവരെയ്ക്കും ഇല്ല. ഇതിൽ ഈ പങ്കെടുത്ത അവർ മുഴുവൻ, ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ മുഴുവനും SFI പ്രവർത്തകർ തന്നെയാണോ എന്നതാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ഉറപ്പായിട്ടും ഇവരെല്ലാവരും ഈ SFI പ്രവർത്തകരാണ്. പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ 4 പേര് ഇവൻ്റെ സീനിയറാണെന്ന് പറയുന്നു. 8 പേര് അവൻ്റെ സീനിയറാണ്. ബാക്കി 4 പേര് ഇവൻ്റെ ക്ലാസ്മേറ്റ്സും അവൻ്റെ റൂംമേറ്റ്സുമാണ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം അതാ. ഈ ചെയ്ത 12 പേരിൽ, ആദ്യം കിട്ടിയ 12 പേരിൽ ഇവനെ റൂമിൽ കൊണ്ടുപോയി അടിച്ച് റെഡിയാക്കി അവനെ കൊണ്ട് കെട്ടിത്തൂക്കിയ 12 പേരിൽ ഈ 4 പേര് കൂടെ പഠിക്കുന്നവരാണ്, പോരാത്തതിന് റൂമിലുള്ളവരുമാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ചേട്ടന്മാർ പറയുന്നു, ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചേട്ടന്മാർ പറയുന്നു യൂണിയനിൽ ചേരണം, SFI ചേരണം, അവന് മുതിർന്ന ചേട്ടന്മാർ. ഞാൻ പറഞ്ഞു, നിനക്കിഷ്ടമോ നിൻ്റെ കാര്യം, നീ എവിടെ ചേർന്നു, ഏത് യൂണിയനിലാണ് ചേർന്നു, അതെന്ന് എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, നിനക്ക് നിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്ത് വേണം തീരുമാനിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് പഠിക്കാനുള്ള സമയം കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇവനെ നല്ലവണ്ണം പ്രസ് ചെയ്തു യൂണിയനിൽ. അത് കഴിഞ്ഞിട്ടായി അവൻ്റെ റൂമേഴ്സായ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല, ചാനലിൻ്റെ നിയമം അനുസരിച്ച് എനിക്ക് അറിയില്ല. ഇവനെ റൂമേഴ്സായിട്ടുള്ള 4-5 കുട്ടികൾ SFIയിലോട്ട് ചേർന്നു എന്ന് പറഞ്ഞു. ഇവനെ കമ്പൽ ചെയ്യുന്നു, ഇവനെ ചേരാൻ വേണ്ടി കുറേ ദിവസം കൊണ്ട് പറയുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഈ 12 പേരും ഉറപ്പായിട്ടും ഈ യൂണിയനിലുള്ളതാണ്. അവൻ പറഞ്ഞിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല, അവൻ പറഞ്ഞിട്ടുള്ള ഇവരെല്ലാം ചേർന്നിട്ടുള്ളത്.
പിന്നെ ബാക്കിയുള്ള സീനിയേഴ്സ് എല്ലാം നമ്മൾ പത്രത്തിൽ കണ്ടതാണ്. അതിലാണ് ആ സസ്പെൻഷൻ ലിസ്റ്റിലുള്ള എല്ലാ പേരും SFI പ്രവർത്തകരാണ്. അതിൽ പ്രവർത്തകരൊന്നും പറയാൻ പറ്റില്ല, അവർ ഏറ്റവും വലിയ ഭാരവാഹികളും കൂടെ. അവർ യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, യൂണിയൻ സെക്രട്ടറി ഉണ്ട്, അവരുടെ പ്രസിഡൻറ്റും അവരെല്ലാം അവരുടെ ഭാരവാഹികളാണ് കൂടുതലുള്ളത്. അതിൽ വെറും പ്രവർത്തകരല്ല. അതുകൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും, ഉറപ്പായിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇതിലിപ്പോൾ ഈ പറഞ്ഞ 12 പേർ SFI പ്രവർത്തകരെന്ന് താങ്കൾ പറഞ്ഞ സീനിയർ വിദ്യാർത്ഥികൾ, ഒപ്പം ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവർ, റൂംമേറ്റ്സ് കൂടിയായ ഈ 12 പേരും നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഈ 12 പേരിൽ ഒരാൾ മാത്രമേ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളൂ. അത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് തോന്നുന്നു. 12 പേരിൽ വെറും ഒരാൾ. 12 പേരും SFIയുടെ സജീവ പ്രവർത്തകരാണ്. അതിൽ ഒരാൾ മാത്രമേ പിടിയിലായിട്ടുള്ളൂ. ഇന്നലെ 6 പേര് പിടിയിലായിട്ടുണ്ട്. പക്ഷേ ആ 6 പേര് ഈ 12 പേരിലുള്ള ഫസ്റ്റ് ലിസ്റ്റിലുള്ളവരല്ല. അത് ഇനിയും പ്രതികളുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം 10-30 പിള്ളേർ ഉണ്ട് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച്. അതിലുള്ള 6 പേരെയാണ് ഇന്നലെ കിട്ടിയത്. 12 പേരിൽ ഇതുവരെയ്ക്ക് ഒരാളിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 11 പേരും ഇവർ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ബാക്കി 11 പേരും. അതെ, ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്തവരുടെ പേര് അഭിഷേക്, ആകാശ്, ഡോൺ സായി, രഹൻ ബിനോയ്, ശ്രീഹരി, ഡോൺസ് ഡായ് എന്നാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള 6 പേരുടെ പേരുകളാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരാരും താങ്കൾ പറഞ്ഞ ഈ പട്ടികയിലുള്ളവരല്ല, ഇതൊക്കെ വേറെ ആളുകളാണ്. താങ്കൾ പറഞ്ഞ പട്ടികയിലുള്ള ആളുകളെ ഇനിയും കിട്ടിയിട്ടില്ല, ഒരാൾ ഒഴികെ, അല്ലേ? ഇല്ല, ഞാൻ ഒരു പട്ടികയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള 4 പേരുടെ പേരെ എനിക്കറിയാവൂ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ പട്ടിക എന്ന് ഉദ്ദേശിച്ചത് ഈ 12 പേരെന്ന് പറയുന്നത്. സോറി, അക്ഷയ്, റഹാന്, ഈ 12 പേരിൽ ഇവരാരും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു വിവരമുണ്ടായിരുന്നു, കുറച്ച് കുട്ടികളെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഈ 12 പേരിന് പുറമെ എന്നോട് കുറച്ച് അവിടുത്തെ നല്ലതായ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞത്, അവൻ്റെ സുഹൃത്തുക്കൾ. അതിൽ കിട്ടിയിട്ടുള്ളത് റഹാനെ മാത്രമേ ഇന്നലെ കിട്ടിയിട്ടുള്ളൂ. റഹാൻ എന്നുള്ളത് ഇപ്പോൾ മാഡം പറഞ്ഞില്ലേ, കുറച്ച് കുട്ടികളെ പേര് പറഞ്ഞു. അതിൽ റഹാൻ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച്. ബാക്കി 11 പേരെ ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. റഹാൻ അവൻ്റെ ക്ലാസ്മേറ്റ്സാണ്. ഇപ്പോൾ മാഡം വായിച്ചിട്ടുള്ള ഈ പേരിൽ റഹാൻ അവൻ്റെ ക്ലാസ്മേറ്റ്സാണ്, റൂംമേറ്റ്സും കൂടെ. രഹൻ ബിനോയ് തിരുവനന്തപുരം സ്വദേശിയാണ് എന്നതാണ്. അതെ, തിരുവനന്തപുരം സ്വദേശിയാണ്. റഹൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ആകാശ് എന്ന് പറയുന്ന അവൻ തിരുവനന്തപുരം സ്വദേശിയാണ്. വേറെ ഒരു പേരുണ്ട്, ഒരു സ്വദേശി കൂടെ ഉണ്ട് തിരുവനന്തപുരം, പേരെനിക്കറിയില്ല. ആകാശം എന്ന് പറയുന്നത് നമ്മളെ ഒരു കുടുംബ സുഹൃത്തും കൂടെയാണ് ഈ ആകാശം എന്ന് പറയുന്നത്. വെറും തിരുവനന്തപുരം അവരുടെ കുടുംബം നമ്മുടെ ഒരു കുടുംബ സുഹൃത്താണ്. അവരുടെ കുടുംബവുമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധമുണ്ട്. എൻ്റെ മോൻ ക്ലാസ്സിൽ ചേർന്നപ്പോൾ ഈ ആകാശ കൂടുമായിട്ട് പരിചയപ്പെട്ട് അവൻ ചേട്ടാ എന്ന് വിളിച്ചിട്ട് കൂടുതൽ സമയം അവനുമായിട്ട് അവിടെ കൂടെ നടന്നിട്ടുണ്ട് ഈ ആകാശമായിട്ട്. അതെ, അപ്പോൾ ഇവരൊക്കെ SFIയിൽ ചേരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് പിന്നീട് എന്താണ് സിദ്ധാർത്ഥ് നൽകിയ മറുപടി? SFIയിൽ ചേരാൻ വിമുഖനായി എന്നതാണോ? ഇവരെ ഇത്രയധികം ഇങ്ങനെ പ്രകോപിതരാക്കിയതിനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ താൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ക്യാമ്പസിൽ എന്നൊക്കെ സിദ്ധാർത്ഥ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും? ഇല്ല, SFIയിൽ ചേരാൻ പറഞ്ഞു. പക്ഷേ അതല്ല മെയിനായിട്ടുള്ള വൈരാഗ്യം. അതൊരു പ്രൈമറിയാണ്, അതൊരു സ്റ്റാർട്ടിങ്ങാണ്. SFIയിൽ ചേരാൻ പറഞ്ഞു, ഇവൻ ചേർന്നില്ല. എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, അച്ഛാ അവർ പറയുന്നു, ചേട്ടന്മാർ പറയുന്നു അതിൽ ചേരണം, സെക്കൻഡ് ഇയർ ആകുമ്പോൾ കമ്പൽ ചെയ്യും ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണം, നിൻ്റെ ഇഷ്ടം, നീ ഏതിൽ വേണോ ചേർന്നു, അപ്പോൾ എനിക്ക് ചേരണ്ട. അപ്പോൾ അവൻ്റെ കൂട്ടത്തിലുള്ള ഈ റഹാൻ എന്ന് പറയുന്നതും അവൻ്റെ റൂമിലുള്ള ഡാനിഷും അക്ഷയും അവരെല്ലാവരും അതിലങ്ങ് ചേർന്നു. അവർ ചേരട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടം വേണമെങ്കിൽ ചേർന്നു. അവന് വേണ്ട എന്ന് പറഞ്ഞു. അത് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ മോൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ പോയിട്ട് ഒരു മാസം ആയപ്പോൾ തന്നെ മോൻ ക്ലാസ് റെപ്പായി. അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. വെറും പഠനത്തിൽ മാത്രമല്ല, കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം അവന് ഭയങ്കര പവറാണ്.
അതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ സീനിയേഴ്സും അവൻ്റെ ക്ലാസ്മേറ്റ്സിനും ഒന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു തമാശയായിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛാ ഞാൻ ഈ ക്ലാസ് ഇത് കണ്ടക്ട് ചെയ്യണം, ഈ പരിപാടി കണ്ടക്ട് ചെയ്യണം, സീനിയേഴ്സ് ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, തമാശയായിട്ട് പറയും, അസൂയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുപോലെ അവൻ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ബ്രില്യൻ്റാണ്. ഫോട്ടോഗ്രാഫിയിൽ അവന് യൂണിവേഴ്സിറ്റി അവിടുന്ന് കോളേജിൽ നിന്ന് ക്യാമറ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടുത്തെ പ്രോഗ്രാമെല്ലാം കവർ ചെയ്യാൻ പറയുന്നു. ഇതും അവൻ്റെ സീനിയേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ പ്രവർത്തകരാണ്. ഇവരെ അതിനു മുമ്പേ ഇവനുമായിട്ടുള്ള പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. പേഴ്സണലായിട്ടുള്ള ഒരു വൈരാഗ്യം ഉടലെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ പഠിക്കുന്നതെന്നും പറയാൻ പറ്റില്ല. റൂമിലുള്ളവരും അവരുമായിട്ടും ഇങ്ങനെ വൈരാഗ്യം വന്നുകൊണ്ട് ഇതിൽ ശ്രീ ജയപ്രകാശ് 15-ാം തീയതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ് തിരുവനന്തപുരത്തേക്ക് വീട്ടിലേക്ക് പുറപ്പെട്ടത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എറണാകുളത്ത് വെച്ച് സഹപാഠിയുടെ ഒരു കോള് വരുന്നു, തിരികെ പോവുകയാണ്. അപ്പോൾ അതിന് എന്ത് കാരണമാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്? ആദ്യം പറഞ്ഞ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചുരം ഇറങ്ങി അവൻ്റെ അമ്മയോടെ പറഞ്ഞത്, അമ്മ ഞാൻ ട്രെയിന് ലേറ്റായി, അടുത്ത ട്രെയിനിൽ വരാം കോഴിക്കോട് വന്നിട്ട്. അപ്പോഴേ അമ്മ പറഞ്ഞു, മോനെ ഓക്കെ ശരി, ആ സമയത്ത് എത്തുമ്പോൾ രാവിലെ അമ്മ വിളിച്ച് 4 മണി 5 മണിയായിട്ട് മോൻ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോഴവൻ പറഞ്ഞു, ഇല്ല അമ്മ ഞാൻ എറണാകുളം വരെ തിരിച്ചു പോയി. അപ്പോഴമ്മ ചോദിച്ചു, എന്തിനാ തിരിച്ചു പോയത്? അപ്പോൾ പറഞ്ഞു, ഇല്ല റഹാൻ വിളിച്ച് ഞാൻ തിരിച്ചു പോയി. ആ റഹാനാ ഇന്നലെ അറസ്റ്റിലായത്. റഹാൻ വിളിച്ച് തിരിച്ചു പോയി. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, കോളേജിൽ അത്യാവശ്യമായി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം, എൻ്റെ കയ്യിലായിപ്പോയി. സർട്ടിഫിക്കറ്റോ ഡോക്യുമെൻറ്റോ ഒന്നാണെന്ന് എൻ്റെ കയ്യിലായിപ്പോയി, അത് കോളേജിൽ കൊടുക്കണം. കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, കോളേജിൽ നിന്നല്ല റഹാൻ വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്നാ അന്ന് പറഞ്ഞത്. തിരിച്ചു പോകണ്ടേ? അമ്മ പറഞ്ഞു, ഓക്കെ അത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ, കുഴപ്പമില്ല, ക്ഷേത്രങ്ങളിൽ ഇവിടെ ഉത്സവമുണ്ട്, അത് പ്രമാണിച്ചാണ് വരണത് എന്നാ പറഞ്ഞത്. അതിനുശേഷം അവന് എന്നും അവൻ്റെ അമ്മയുമായിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം സംസാരിക്കും. 1.5 മണിക്കൂർ കൂടുതൽ അവരിന്ന് സംസാരിക്കും രാത്രി. ഒന്നുകിൽ പഠിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പോ എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ ഈ 15-ാം തീയതി തിരിച്ചു പോയി 16-ാം തീയതി മുതൽ ഇവനൊന്നും സംസാരിക്കില്ല. അമ്മ വിളിച്ചിട്ട് കുറേ നേരം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഫോൺ എടുത്തു പറഞ്ഞ് കിടക്കുന്നു, പിന്നെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് 17-ാം തീയതി വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ കൂട്ടുകാരനായ അക്ഷയെ വിളിച്ചു. അക്ഷയെ അവൻ്റെ അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം. അക്ഷയ് ഈ വീട്ടിൽ വന്നു, അക്ഷയും കൂട്ടുകാരൊക്കെ ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച 2 മാസം മുമ്പ് 2 ദിവസം നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് അക്ഷയ്ക്ക് നല്ലവണ്ണം അറിയാം, അമ്മയ്ക്കറിയാം, മോനെ എന്നെ വിളിക്കുകയുള്ളൂ. അക്ഷയെ വിളിച്ചു. അമ്മ ചോദിച്ചു, മോനെ ഇവനെവിടെ, സിദ്ധാർത്ഥനെവിടെ? സിദ്ധു എന്നാണ് വിളിക്കുന്നത്. സിദ്ധു എവിടെ? അവൻ്റെ കയ്യിൽ ഫോണൊന്ന് കൊടുക്കൂ. ഓക്കെ ആൻറ്റി, കുഴപ്പമില്ല, അവനെ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സിദ്ധു വിളിച്ചു. സിദ്ധുവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഒരു കോൾ വന്നു, ഓക്കെ അമ്മ ഞാൻ കിടക്കുന്നു, ഇത്ര മാത്രം, പിന്നെ വിളിക്കാം. ഇത് തന്നെയാണ് 3 ദിവസം സംഭവിച്ചുകൊണ്ടിരുന്നത്. 18-ാം തീയതി അവൻ മരിക്കുന്നത് വരെ. മരിക്കുന്നത് ഞാൻ പറയില്ല, അവൻ കൊല്ലപ്പെടുന്ന ദിവസം വരാം. മരിക്കുന്ന ദിവസം ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ നാട്ടിലോട്ട് വരാം, ഉത്സവത്തിന് വരാം, ശരി. ഇത്രയും പറഞ്ഞിട്ട് ഏകദേശം 12 മണിയോട് കൂടിയായി പറഞ്ഞിട്ട് അങ്ങ് തീർന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഫോൺ വന്നില്ല. ഇത് സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞത്, ഈ 2-3 ദിവസം വരെയും സിദ്ധാർത്ഥൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു. അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഈ യൂണിയൻ ഗ്രൂപ്പും അവൻ്റെ റൂംമേറ്റ്സായ ഈ റഹാനും അക്ഷയും ഡാനിഷും ആയിരുന്നു അവനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അറസ്റ്റിലായ ലിസ്റ്റിലുള്ള സിൻജോയും ISOPയുടെ നേതാവ് സിൻജോയും അവരൊക്കെ ആയിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അവിടെ നല്ലവരായ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് വിവരം കിട്ടി തന്നിട്ടുണ്ട്. അവർ തന്നെയാണ് നമുക്ക് പറഞ്ഞത് ഇന്ന് നടന്ന സംഭവം, പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് മർദ്ദിച്ചതും, അവിടെ പോയി വിവസ്ത്രനായിട്ട് അവനെ മർദ്ദിച്ചതും, ബെൽറ്റ് കൊണ്ടടിച്ചതും, വയറ് കാലി ചുറ്റി വലിച്ചഴിച്ചതും, ഈ കാര്യങ്ങളെല്ലാം അതിനുശേഷം വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞത് ഇതിന് ശേഷമാണ്. അതെ, ഏതായാലും
നിങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം അതെത്ര വലുതാണ് എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വിഷമം അത് വളരെ വലുതാണ്. ഇതിൽ ആരൊക്കെയാണ് ഇതിന് പ്രതികളായുള്ളത്, ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായത്, അവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആ നിയമ പോരാട്ടത്തിൽ 24 നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ഉറപ്പ് കൂടി നൽകുകയാണ്. വളരെ നന്ദി ശ്രീ ജയപ്രകാശ്, ഞങ്ങൾക്കൊപ്പം തത്സമയം ചേർന്നതിന്.